ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ജൂലൈ മാസമാകാൻ കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളേ. അപ്പം ജൂലൈ മാസത്തിൽ നമുക്ക് ഏതൊക്കെ പച്ചക്കറി ചെടികൾ നട്ടുപിടിപ്പിക്കാം? സാധാരണ ഒരു കാലാവസ്ഥയിലാണെങ്കിലത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നട്ടുപിടിപ്പിക്കാം, അതുപോലെ നന്നായി വളരും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വർഷത്തെ മഴയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ നമുക്കൊരു കാലവർഷം ഒന്നും കിട്ടുന്ന പോലത്തെ ഉള്ള ഒരു രീതിയല്ല. അടുപ്പിച്ച് ദിവസങ്ങളോളം തുടർച്ചയായിട്ട് തോരാതെ നിന്ന് പെയ്യുന്ന പോലത്തെയൊക്കെ ഉള്ള മഴയെന്ന് പറഞ്ഞാൽ പച്ചക്കറി ചെടികൾക്ക് ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ മുളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെള്ളം വീണാൽ അത് ചീഞ്ഞു പോവും. പിന്നെ ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ചോട്ടിൽ എത്ര നീർവാർച്ചയുള്ള മണ്ണ് കൊടുത്തെന്ന് പറഞ്ഞാലും കയറി ഇറങ്ങി വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്തൊക്കെ അവരുടെ ചുവട് ചീഞ്ഞു പോകാനും വളർച്ച കുറഞ്ഞു പോകാനും വളമെല്ലാം ഒഴുകിപ്പോയിട്ട് ചെടികളൊക്കെ മുരടിക്കാനും ഒക്കെയുള്ള സാഹചര്യമാണ് ഇപ്പം നമുക്കുള്ളത്. ഈ ഒരു തുടർച്ചയായി നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഴ മാറിയതിന് ശേഷം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജൂലൈ മാസത്തെ കൃഷി തുടങ്ങിയാൽ മതി. അപ്പം ഞാൻ നേരത്തെ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും തൈകളും ഒക്കെ ശേഖരിച്ച് വെച്ച് നമുക്ക് കൃഷിക്കുള്ള ഒരുക്കം ഇപ്പോൾ തന്നെ നടത്തി തുടങ്ങണം. കൃഷിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും ആരും മഴയൊന്നും നനയരുത്, അതുപോലെ തണുപ്പ് ഇങ്ങനെ ശരീരത്തിൽ തങ്ങി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക് അതിനെ ഒന്ന് അതിജീവിച്ച് വരാൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. നമ്മുടെ ജൂലൈ മാസ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കാനുള്ള ഓണക്കൃഷി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഓണത്തിന് നമ്മളെ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളും ആ കറികൾക്കകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെയാണ് നമ്മളിപ്പം കൃഷി ചെയ്ത് ഉണ്ടാക്കേണ്ടത്. ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ച ഓണത്തിന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ ഓണക്കറികളിലും ഒഴിച്ചുകൂടാനാകാത്തൊരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പാറിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ പല സാധനങ്ങളൊക്കെ സാമ്പാറിനകത്ത് ഇടാമെങ്കിലും ഒരു സാമ്പാർ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പം അതിന് വേണ്ടത് പരിപ്പ്, അതുപോലെ തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള, ഇത്രയും സാധനമാണ്. അതിൽ ഈ ഉരുളക്കിഴങ്ങും സവാളയും ഇതേപോലെ തോരാതെ മഴ നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മളെപ്പോലുള്ളവർക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ആ വെണ്ടയ്ക്കയും തക്കാളിയും എങ്കിലും ഈ ഓണക്കാലത്ത് നമുക്ക് വിളവ് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വെണ്ട നമുക്കറിയാം, ഈ മഴയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തൈ ഒന്ന് ചൂട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം കിട്ടുന്ന സമയത്താണ് നല്ലതുപോലെ വെണ്ടയ്ക്കയും ഉണ്ടായി കിട്ടുന്നത്. എന്നാൽ തക്കാളിയാണെങ്കിൽ നമ്മൾ തക്കാളിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് ഒരു മാസം പ്രായമായ തൈകളെ വേണം മാറ്റി നടാൻ. പക്ഷേ തക്കാളി നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരിക്കലും മഴവെള്ളം വീഴാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം തക്കാളി നട്ടുപിടിപ്പിക്കാൻ. നല്ലോണം വെയിലാകുന്ന സമയത്ത് അപ്പോഴത്തേക്കിന് ചെടി ഒരു അരപ്രായം വളർച്ച എത്തിയിരിക്കും. അപ്പം നമ്മൾ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ആ ഗ്രോ ബാഗിനെ അല്ലെങ്കിൽ ചെടിയെ മാറ്റി വെച്ചാൽ മതി. നന്നായി സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ തക്കാളിയിൽ നിന്ന് നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. പക്ഷേ മഴവെള്ളം വീണ തക്കാളിയുടെ തൈ കിളുത്ത് കിട്ടത്ത് പോലുമില്ല. അതേപോലെ തന്നെയാണ് മുളകും. തുടർച്ചയായി മുളകിൻ്റെ തൈകളിലേക്ക് വെള്ളം വീണാൽ ഇലകൾ ആദ്യം അഴുകും, പിന്നെ തണ്ടഴുകും, ചൂടുവഴുകി നമുക്ക് ചെടി തന്നെ നഷ്ടമാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ തക്കാളി, അതുപോലെ വഴുതന, അതുപോലെ മുളക് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഷെയ്ഡിൽ എവിടെയെങ്കിലും വെച്ച് തൈകളെ ചുവട് പിടിപ്പിച്ചെടുക്കണം. പാകി മുളപ്പിച്ച് ചുവട് പിടിപ്പിച്ചെടുത്ത് നല്ലവണ്ണം ഈ മഴയൊക്കെ തോർന്നു കഴിഞ്ഞിട്ട് വെയിലും വെളിച്ചവും ഒക്കെ ആകുമ്പം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള മുളകും തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവിയലൊക്കെ വയ്ക്കുന്ന അവസരത്തിലാണെങ്കിൽ അവിയലെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ. അവിയലിലും ഇതുപോലെയാണ്, നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാം. പക്ഷേ അവിയലിനകത്ത് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് ചേനയും കായും. കായെന്ന് പറഞ്ഞാൽ ഏത്തക്കായ തന്നെയാണ് അവിയലിന് ഏറ്റവും നല്ലത്. ചേനയും ഏത്തക്കായയും കഴിഞ്ഞാൽ പിന്നെ പടവലങ്ങ, അതുപോലെ വെള്ളരിക്ക, അങ്ങനെയുള്ള ഒരു 4-5, പിന്നെ മുരിങ്ങക്ക. അത്യാവശ്യം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് മത്തങ്ങയോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അവിയലിന് ചേർക്കാം. അതാണല്ലോ അവിയലിൻ്റെ പേര് തന്നെ അങ്ങനെ വരുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞത് ഈ അവിയലിനകത്തേക്ക് വേണ്ടുന്നതിൽ ചേമ്പ് നമ്മൾ അവിയലിനകത്ത് ഇടത്തില്ല, സാമ്പാറിനകത്ത് വേണമെങ്കിൽ ഒരെണ്ണം ഇടാം. അപ്പോൾ ഈ ചേന പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഇപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ്.
ചേനയൊക്കെ നമ്മൾ സാധാരണയായിട്ട് കുംഭമാസത്തിലേ തന്നെ നടുന്നതാണ്. എന്നാൽ ചേമ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും നട്ടുപിടിപ്പിക്കാം. അതുപോലെ ചേന കുംഭമാസത്തിലൊക്കെ നട്ട് കൊടുത്തിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നട്ട് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ വളം കൊടുക്കാൻ പറ്റിയ സമയമാണ്. ചേമ്പാണെങ്കിലും നേരത്തെ നിങ്ങൾ നട്ട് വളർത്തി കിളുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആദ്യത്തെ വളം കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. പാവലും പടവലും മത്തയും കുമ്പളവും വെള്ളരിയും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ സമയത്ത് ജൂലൈ മാസത്തിൽ നമ്മൾ നട്ട് ചുവട് പിടിപ്പിച്ചെടുത്താൽ അവർ നന്നായി വളർന്ന് ഓണത്തിന് അതിൽ നിന്ന് നമുക്ക് കായകൾ പറിച്ച് കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാ ഇനം പയറുകളും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഇവിടെ പച്ച നിറത്തിൽ നീളമുള്ള പയർ, അതുപോലെ വയലറ്റ് നിറത്തിൽ നീളമുള്ള പയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചതുരപ്പയർ, ഈ സമയത്ത് ചതുരപ്പയർ നട്ട് പിടിപ്പിച്ചാൽ ചുവട് പിടിപ്പിച്ചാൽ നമുക്ക് ഒരു ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലാണ്, സെപ്റ്റംബർ ഒക്ടോബർ പോലെയുള്ള മാസങ്ങളിലാണ് ഇവർ നന്നായി വിളവ് തരുന്നത്, വേറെ ഏത് സമയത്ത് നമ്മൾ ഇവരെ നട്ട് വളർത്തിയാലും. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ചതുരപ്പയർ നട്ട് വളർത്താൻ ഏറ്റവും പറ്റിയ സമയം. വിത്തുകൾ പാകി മുളപ്പിച്ച് എവിടേക്കാണോ വെക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കൊടുക്കുന്ന ചതുരപ്പയറിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചതിന് പറമ്പിലാണ് ഞാനത് നട്ടത്. അപ്പോൾ അതിന് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തുടർച്ചയായ മഴ കാരണമാണ് നമുക്കൊന്ന് ഇറങ്ങി അവിടെ വരെ പോയൊന്ന് കാണാനുള്ള സാഹചര്യം പോലും ഇല്ല. അവർ കുറച്ചും കൂടെ നന്നായി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. കുറ്റി അമരയായാലും ബീൻസൊക്കെ ഇപ്പോഴാണ് നമുക്ക് നട്ട് വളർത്താൻ നല്ലത്. എങ്കിലേ ബീൻസിൽ നിന്ന് ഈ ചൂട് കാലാവസ്ഥയുള്ള, ഇപ്പോൾ കോട്ടയം പോലെയൊക്കെയുള്ള നല്ല ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ബീൻസ് ഇപ്പോൾ പാകി മുളപ്പിച്ചാൽ ഒരുമാതിരി നല്ല വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ പറ്റാത്തൊരു സാധനമുണ്ട്, ചുവന്ന ചീര വർഗത്തിൽപ്പെട്ടവരെ ഒന്നും ഇപ്പം നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സമയമല്ല. പിന്നല്ലേ വെള്ളമൊന്നും വീഴാത്ത ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇല നല്ലപോലെ ആരോഗ്യത്തിൽ വളരത്തില്ല. നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ചീര നന്നായിട്ട് എത്ര വളം കൊടുത്താലും തഴച്ച് വളരത്തുള്ളൂ. പിന്നെ ചീര നിർബന്ധമുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം വളർന്നു കിട്ടുന്ന ഒന്നാണ് പച്ചച്ചീര. അപ്പോൾ പച്ചച്ചീരയുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് വെള്ളം വീഴാത്ത സ്ഥലത്ത് വെച്ച് മുളപ്പിച്ചെടുത്ത് മാറ്റി നട്ട് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടണം. അങ്ങനെയാണെങ്കിൽ ചീരയും നമുക്ക് ഇതുപോലത്തെ സമയത്ത് പച്ചച്ചീര ഈ മഴക്കാലത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റും. അതുപോലെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്നതാണ് പീച്ചിൽ. പിന്നെ ഒരു ലോഭവും ഇല്ലാതെ കിട്ടും കേട്ടോ, നിത്യവഴുതന ഇത് കേട്ടോ, നല്ല നീളമുള്ള കായകൾ ഉണ്ടാകുന്ന നിത്യവഴുതന തന്നെയാണ്. ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടപ്പുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കുക, അപ്പോൾ അറിയാം. ഇതുണ്ടോ, ഒരു ചെറിയ വള്ളിയെ തന്നെ കണ്ടോ, ഇഷ്ടം പോലെ പറിച്ചെടുക്കാനായിട്ടുണ്ട്. ദേ അവിടെ ഇവിടെ എല്ലാം ദേ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഇത് പീച്ചിലാണേ. അപ്പോൾ പീച്ചിൽ പാകി മുളപ്പിച്ചിട്ട് അതേ ഇതിൻ്റെ വള്ളി ഇങ്ങനെ കയറി വരും. അപ്പം നമ്മൾ മുകളിലോട്ട് പടരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ ഈ മഴക്കാലത്ത് നമ്മൾ പറയുമല്ലോ, ഈ വളവിട്ടതെല്ലാം തന്നെ കുത്തി ഒലിച്ച് പോകുന്ന ഒരു സമയമാണ്. മണ്ണൊക്കെ അതേ നല്ലോണം ഇങ്ങനെ നനഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി ചെടിയുടെ ചോട്ടിലോട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വളം, അപ്പോൾ ഇത് നമ്മളിത് ഇവിടെ വെച്ചിരുന്ന സെറാമിയിലാണ്, അപ്പോൾ അത് നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇവിടെ ഒരു ശകലം കോരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടിയേക്കാം, അല്ലെങ്കിൽ മഴ പെയ്യുമ്പം അതെല്ലാം കൂടെ കുത്തി ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഇനി രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും രാസവളം അധികം ഉപയോഗിക്കാതിരിക്കുക നല്ലത്. കാരണം രാസവളം നല്ല പോലെ വെള്ളത്തിൽ അലിയുന്നതാണേ. അപ്പം മഴവെള്ളത്തിൻ്റെ കൂടെ അത് അധികവും ഒഴുകി നശിച്ചു പോകും. പിന്നെ മഴ തോർന്ന് നിൽക്കുന്ന ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ മഴ, പകൽ മുഴുവൻ മഴ പോലെയുള്ളൊരു സാഹചര്യമാണ്. അപ്പം നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് കഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പിന്നെയും നല്ലത് നമുക്ക് ജൈവവളം കൊടുക്കുന്നതാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം വളമിട്ടപ്പോൾ കണ്ടോ, നമ്മുടെ പടവലത്തിന് നല്ല ആരോഗ്യമായിട്ട് അവർ മേളിലോട്ട് കയറി പോകുന്നുണ്ടേ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഇവിടോട്ടൊരു ഈ കിട്ടിയിരിക്കുന്ന പടവലത്തയ്യെ കൂടെ വെച്ചേക്കാം, അവർ ഒരുമിച്ച് നിന്നോട്ടെ അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു വളവും കൊടുക്കണ്ട കേട്ടോ. ചൂട് പിടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ പച്ചക്കറികൾക്ക് വളം കൊടുക്കാവുള്ളൂ. അപ്പം ഞാൻ ആ പടവലം അങ്ങ് വെക്കുമായിരുന്നു. അതുപോലെ പാവലും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതുപോലെ ചുരക്ക കേട്ടോ, ഇപ്പം ചുരക്ക നട്ടുപിടിപ്പിക്കാൻ നല്ല സമയമാണ്. എല്ലാവർക്കും ചെയ്യാം. ചുരക്കയുടെ വിത്ത്, ചുരക്കയുടെ ആണെങ്കിലും പീച്ചിലിൻ്റെ ആണെങ്കിലും ഒക്കെ വിത്തുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം അത്യാവശ്യം ജൂലൈ മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിത്തുകളെ. ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നതിൽ ഇപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞില്ലേ, തക്കാളി, നല്ല ഇനം തക്കാളിയുടെ വിത്തുകളാണ് കേട്ടോ. അതുപോലെ വെണ്ട നമുക്ക് പല സൈസുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. ആനക്കൊമ്പൻ വെണ്ടയും സാധാരണ പച്ച വെണ്ടയും ചുവപ്പ് വെണ്ടയും ഒക്കെ ഉണ്ട്.
ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനി വിത്തുകൾ കിട്ടുന്നില്ല എന്ന് പറയരുത്. എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടോ. കിട്ടുന്നില്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നല്ല വിത്തുകളുണ്ട്. ഇത് ചതുരപ്പയറാണേ, അതുപോലെ ഇത് ചുവന്ന പയറാണ്, ഇത് പച്ചപ്പയറാണ്, അതുപോലെ വഴുതന ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ കൂട്ടി വളമൊക്കെ ഇട്ട് കൊടുക്കണം. വഴുതന നല്ലോണം ചുവട് പിടിച്ച് ഈ ഗ്രോ ബാഗുകളിലൊക്കെ നിൽക്കുന്ന വഴുതനയെന്ന് പറഞ്ഞാൽ വെള്ളം എപ്പോഴും കൂടിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അതേസമയം മണ്ണിലും പറമ്പിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്ത് വളർത്തിയിരിക്കുന്ന വഴുതനയാണെങ്കിൽ 3-4 വർഷത്തേക്കിനൊക്കെ അവിടെ തന്നെ നിന്നോളും. അപ്പോൾ അവരുടെയൊക്കെ ചുവടിളക്കി നിങ്ങൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. ഇത് വഴുതനയുടെ പച്ച വഴുതനയാണ്. പച്ച വഴുതനയും വെള്ള വഴുതനയും വയലറ്റ് വഴുതനയും ഉരുണ്ട വഴുതനയും, അതായത് കത്രിക്ക എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ചോദിച്ച് മേടിക്കാം. ഇത് നല്ല ഇനം പാവലാണ്. അതുപോലെ പടവലമുണ്ട്. മത്തയുടെയും കുമ്പളത്തിൻ്റെയും വിത്ത് പാകി മുളപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഇപ്പം. അപ്പം മത്തയും കുമ്പളം ഇവിടെ 2 ഇനം കുമ്പളമാണുള്ളത്. ഒന്ന് നെയ്ക്കുമ്പളവും ഒന്ന് അല്ലാതെ കുറച്ചും കൂടെ വലുതാകുന്ന കുമ്പളമുണ്ട്. അതുപോലെ വെള്ളരി, സാലഡ് വെള്ളരികളും അതുപോലെ സാമ്പാറിൻ്റെ വെള്ളരിയും ഒരേപോലെ നമുക്കിപ്പം നടാൻ പറ്റും. ഇത് സ്നോ വൈറ്റ് കുക്കുംബറാണ്. അതുപോലെ സാധാരണ കുക്കുംബറുമുണ്ട്. അതുപോലെ കാപ്സിക്കമാണിത്. എല്ലാ ഇനം മുളകുകളും ഇപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ ജൂലൈ മാസത്തിൽ മറക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പൂക്കൾക്ക് ആവശ്യമായ ചെടികൾ വളർത്തുക എന്നുള്ളത്. നമ്മൾ ഓണത്തിന് പൂക്കളം ഇടാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ബന്ദിയാണ്, മാരിഗോൾഡ്. അതിൻ്റെ വിത്തുകൾ വന്നിട്ടുണ്ട്. 2 ഇനം പൂക്കളുടേതാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഓറഞ്ച് കളറും ഇതുപോലെ മഞ്ഞ കളറും. കുറച്ചെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും വേഗം മെസ്സേജ് ഇടണേ. നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതൊക്കെ വിത്തുകളാണ് വേണ്ടതെന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു ശകലം തോർച്ച കിട്ടിയ സമയത്ത് പെട്ടെന്ന് നമ്മൾ സാധാരണ വ്യാഴാഴ്ച ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണല്ലോ, അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ഓർത്തിരുന്ന ഒരു ചെറിയ വെളിച്ചം കിട്ടിയപ്പോൾ ഞാനിപ്പോൾ കയറി വീഡിയോ എടുത്തതാണ്. നമ്മൾ സാധാരണ 2 മണി പോലുള്ള സമയത്താണ് വീഡിയോ തരുന്നത്. ഏറ്റവും വേഗത്തിൽ ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ജൂലൈ മാസത്തിലെ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോണം. വളമൊക്കെ സംഘടിപ്പിച്ച് വെച്ചോണം. അതുപോലെ മഴ നനയാതെ ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തേ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ നെല്ല് മുഴുവനും അടയ്ക്കാക്കുരുവി വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ? അയ്യോ, ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്നാ ചെയ്യും? നോക്കിക്കേ, ചാഞ്ഞും ചെരിഞ്ഞും ഇരുന്ന് മൊത്തം കൊണ്ടുപോയി. എത്ര കിളി ഉണ്ടെന്ന് കണ്ടോ ആ നെല്ലിലോട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.